Welcome to Ertazawa official lesson 2 of KL62 Come. സ്വാഗതം മച്ചാണ്. നമ്മൾ ഒരു ഒരു ഇലക്ട്രിക് എയർ പമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട്. അത് എയർ കംപ്രസറാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 813 രൂപ കേട്ടോ. അത് ഈ ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടെ കൂട്ടിയ സത്യം പറഞ്ഞാൽ അതിൻ്റെ റേറ്റ് വന്നാൽ 800 ഗൈസ്. 810 രൂപയൊക്കെയാണ്. പിന്നെ ഷിപ്പിംഗ് ചാർജ് 3 രൂപ അങ്ങനെയൊക്കെ ഓഫറാണ് ഗൈസ്. ഇത് എന്താണെന്ന് അറിയത്തില്ല, ഈ റേറ്റിനൊക്കെ കിട്ടണമെങ്കിൽ നല്ല ഇതാണ്, അത് അതുകൊണ്ടായിരിക്കും. ഓക്കെ, അതിന് മുമ്പ് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ലാപ്പിലായതുകൊണ്ട് അങ്ങനെ കൂടുതൽ കാണിക്കാത്തതാണ്. അപ്പം ഞാൻ അത് ഇതാണ് നമ്മൾ വാങ്ങിച്ച പമ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, 799 രൂപയാണ് കേസ് പറയുന്നത്. ബട്ട് ഇത് ബൈലോ കൊടുക്കുന്ന ഒരു 810 രൂപ അല്ലാതെ ഒരു വന്നിട്ട് 3 രൂപ ഷിപ്പിംഗ് ചാർജായ എന്തായാലും കറണ്ട് റേറ്റ് പറയുന്നതായിരിക്കും നല്ല. അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ പമ്പ് എന്ന് പറഞ്ഞത്. ഇപ്പം എൻ്റെ ഇല്ലേ നമ്മളത് വരുന്നൊരു റിവ്യൂ ഇടുന്നതാണ് ഗീസ്. ഇങ്ങനെ ഇരിക്കുന്ന പമ്പാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. അതിനാണ് നിങ്ങളൊന്നും ചെയ്യേണ്ട, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ഇടുക കേട്ടാ. സബ് ചെയ്തൊക്കെ നമ്മൾ ഇതിൻ്റെ വീഡിയോ ആയിട്ട് ഉടനെന്ന് വരുന്നതായിരിക്കും. ഒരു 25-ാം തീയതി നമ്മൾ വരുന്നതായിരിക്കും. ഇവിടെ ഒന്നര ഗോപിനകത്ത് ആ ഗോപിനത് തെക്കം ഒക്കെ അങ്ങനെ സംഭവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെയാണ് കുഴപ്പമില്ലെന്നാ തോന്നുന്നത് കണ്ടിട്ട്, മോഡലൊക്കെ കണ്ടിട്ട്. എയർ പ്രഷർ എനിക്ക് തോന്നുന്നത് വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കത്തില്ല, വർക്കിംഗ് അല്ല അത്. പിന്നെ 120 വാട്ട്സ് ഉണ്ട്. പിന്നെ ഇൻഫ്ലേഷൻ പ്രഷർ റേഞ്ച് 0.0/10 3 360 PSI വരെ പോകുന്നതാണ്. ഓക്കെ, അതൊക്കെ എന്താണെന്നറിയാം. സെൻസർ അക്വാരസി 2 PSI കറണ്ട് ഇതടിക്കുന്നതല്ലേ, ചേരേണ്ട ഇതാ. പിന്നെ 5000 mAh അത് നിൽക്കാൻ സാധ്യത കുറവാണല്ലോ. നമ്മൾ ഫോണ് ഉപയോഗിക്കുന്ന എത്ര പോലും കിട്ടത്തില്ല, കാരണം ഇത് ഹൈ പ്രഷർ ബാറ്ററി ഇതല്ല വരുന്നത്, അതുകൊണ്ട് തന്നെ നിൽക്കാൻ സാധ്യതയില്ല. പിന്നെ ഈ ഇമേജൊക്കെ ഇപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്, ഈ ഇമേജൊക്കെ റിയൽ അല്ല ഗീസ്. ഇത്രയും ക്ലാരിറ്റി ഇത് സംഭവം കണ്ടോ, ആണ് സംഭവം. ഇവിടെ ആയിട്ട് നിങ്ങൾക്കൊരു എയുടെ സംഭവം കാണാം, കണ്ടോ? ആണ് സംഭവം. സ്റ്റാർ ഫ്ലാഷിൻ്റെ അതൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, പല പല ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആണ്, സൈഡിൽ കണ്ടോ, ആണ്. പറഞ്ഞ സത്യമാണ് ഗൈസ്. ഇത് നമുക്ക് ടയറിനും ഈ ബലൂണ് മെത്ത അങ്ങനത്തെ സംഭവമൊക്കെ ഇല്ല, അതിനൊക്കെ അടിക്കാൻ പറ്റുന്നതാണെന്ന് പറയുന്നത്. പറ്റിയൊരു പോർട്ടബിൾ എയർ കംപ്രഷൻ, അത് നമുക്കറിയാലോ. പിന്നെ എന്തിനാണ് നമ്മൾ വാങ്ങിച്ചത്. ഓക്കെ, നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണ്. എനേബിൾ കൺവെൻഷൻ മോണിറ്ററിങ് ഓഫ് ടാപ്പ് പ്രഷർ അറ്റ് അറ്റംസ്. അതൊക്കെ പിന്നെ നോക്കാം. എന്തായാലും ഇതൊന്നും ഞാൻ വായിച്ചു നോക്കാറില്ല. സംഭവം ഒരു ക്വാളിറ്റി കണ്ട സാധനം വാങ്ങിക്കുക, അതാണ് നമ്മുടെ ഹോബി. ഓക്കെ, സീ ഫുൾ വ്യൂ. ഇവിടെ ഇതാണ് ഇത് നമ്മുടെ AI ആണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ AI ആണ്. AI മീൻസ് ജിമ്മിനിയുടെ സംഭവമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരി, പ്രൊഡക്റ്റ് വരട്ടെ, അന്നേരം ഞാൻ വീഡിയോ ഇടാം. അപ്പം അതിന് മറക്കാതെ തന്നെ സബ് ചെയ്യുക, ഫോളോ ചെയ്യാം കേട്ടോ. യൂട്യൂബിലാണെങ്കിൽ സബ് ചെയ്ത് കേട്ടോ, ലൈക്കും കൂടെ ചെയ്തേക്ക്. അന്നേരമാണ് ഇതുപോലത്തെ ചില പ്രൊഡക്റ്റൊക്കെ നമുക്ക് ഗീവേക്കും തരാൻ പറ്റുന്നത്, അതുപോലെ തന്നെ വാങ്ങിക്കാനും പറ്റുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ സബ് ചെയ്യുക.